ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ ആർ യു ഓൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ അവിടെ ഫൈനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ ഇത് ലീഫൊക്കെ കളഞ്ഞ് സ്റ്റെമ്മോടുകൂടി കുറച്ച് ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു കുക്കിംഗ് പോട്ടിലോട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസായിട്ടുള്ളൊരു ഒനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു 3 ഗാർലിക് കുഞ്ഞിതായി ചോപ്പ് ചെയ്തത്, അതേപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞത്. അതിനുശേഷം നമുക്ക് കോളിഫ്ലവർ കോട്ട് ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി പിന്നെ ഓൾറെഡി ഇട്ടുകൊണ്ട് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ വൈറ്റ് വിനീഗർ ഉണ്ട്, അതും 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വാട്ടറിയും ഒരുപാട് തിക്കും ആവരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. എന്നാലേ നമുക്ക് നമ്മൾ കോളിഫ്ലവറിൽ കോട്ടായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തണുപ്പിക്കാൻ വെച്ച കോളിഫ്ലവർ ഈ ബാറ്ററിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കാം. ഇതൊരു 1/2 hour റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോ കോളിഫ്ലവറായിട്ട് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായെന്ന് കൺഫേം ചെയ്തതിനു ശേഷമാണ് പിന്നെ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലോറും അരിപ്പൊടിയും മൈദയും ഇതെല്ലാം കൂടിയുള്ള മിക്സ് ആവുകൊണ്ട് മേ ബി ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിട്ട് ഒന്ന് ചൂടായതിനു ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ബാച്ച് കൊണ്ട് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ള എല്ലാം കൂടെ ഒന്ന് ഡീപ്പ് ഫ്രൈ എടുത്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാ കോളിഫ്ലവറും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആ കുക്കിംഗ് പോട്ട് വെച്ച് കൊടുത്ത് നമ്മൾ കുറച്ച് മുന്നേ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിലുണ്ട്, ആ ഓയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുഞ്ഞിതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് സോട്ടായി വരുമ്പം അതിലേക്ക് അനിയൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വലിയ ഉള്ളി ഒന്ന് നന്നായി ആയി വരുന്ന സമയത്ത് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതും കൂടെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് സോയ് സോസും കൂടെ ആഡ് ചെയ്യാം. സോയ് സോസ് ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോസൊക്കെ ഒന്ന് ബ്ലെൻഡായി വരുമ്പം അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ബോയിൽ ചെയ്യാൻ വെക്കാം. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മെല്ലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. കുറച്ചധികം നേരം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തിളച്ചോട്ടെ. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടല്ലോ അതിട്ട് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി കുറച്ച് നേരം നല്ല തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ ഗ്യാപ്പിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് നമ്മളെ ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിക്കുന്നത് നമ്മൾ ആ ഒരു മഞ്ചൂരിയൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു തിക്കുള്ള കൺസിസ്റ്റൻസി, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രേവി മെല്ലെ മെല്ലെ തിക്കായി വരുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഒനിയൻസും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. കോൺഫ്ലോർ ഇട്ടുകൊണ്ട് തന്നെ ഇറുക്കി അതിങ്ങനെ കുറുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളമോ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തിക്നെസ് ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പം ഒരുപാട് പേരെൻ്റെ അടുത്ത് ഒന്ന് നോൺ വെജിറ്റേറിയൻ ഡിഷസ് ഒന്ന് മാറ്റി പിടിച്ച് വെജിറ്റേറിയൻ ഡിഷസിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ റെസിപ്പി. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.